ഏർലി ഡിറ്റക്ഷൻ തന്നെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ ഏറ്റവും പ്രധാനം. അതായത് നമുക്കിപ്പോൾ ഒരു ഡോക്ടർ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഡയബറ്റീസ് ആണ് എന്ന് നമ്മൾ കൺഫേം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു ഒഫ്താൽമോളജിസ്റ്റിനെ പോയി കണ്ട് കണ്ണ് പരിശോധിക്കണം. വിഷനും ടെസ്റ്റ് ചെയ്യുക, അവർ കണ്ണിൽ മരുന്നൊഴിച്ച് ഡയലേറ്റ് ചെയ്ത് റെറ്റിന പരിശോധിക്കും. പക്ഷെ പൊതുവെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആളുകൾ ചെയ്യാറില്ല. പക്ഷെ അത് നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്തിരിക്കേണ്ടതാണ്. അത് അപ്പം തന്നെ നമ്മൾ ഡയബറ്റീസ് കൺഫേം ചെയ്ത ഡയഗ്നോസ് ചെയ്ത അപ്പം തന്നെ ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ട് കണ്ണും പരിശോധിക്കണം. ഒന്നും ഇല്ലായിരിക്കാം, വേറെ ചേഞ്ചസ് ഒന്നും ഇല്ല, ഹെൽത്തി റെറ്റിനയാണ്, ഓക്കെ. പക്ഷേ ഇയർലി നമ്മൾ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ടിൽ NPDR ഡയഗ്നോസ് ചെയ്യുന്നവരെ. അതായത് ഏർലി സ്റ്റേജ്, ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ഏർലി സ്റ്റേജാന്ന് പറഞ്ഞല്ലോ NPDR, ആ ഒരു ഘട്ടം കുറേ കാലം കഴിഞ്ഞിട്ടേ വരുന്നുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ എല്ലാ കൊല്ലവും ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി NPDRലേക്ക് എങ്ങാനും കടന്നു എങ്കിൽ 6 മാസം കൂടുമ്പോൾ ആ ചെക്കപ്പ് ഫോളോ അപ്പ് എടുത്തുകൊണ്ടിരിക്കണം. കാര്യം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള എളുപ്പമുണ്ട്, വേഗം തന്നെ നമുക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഡയബറ്റീസ് ആണെന്ന് കൺഫേം ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ഒഫ്താൽമോളജിസ്റ്റിനെയും കണ്ട് നമ്മുടെ കണ്ണ് പരിശോധിക്കണം. കണ്ണിൽ അവർ മരുന്നൊഴിച്ച് ഡയലേറ്റ് ചെയ്തിട്ട് റെറ്റിന നോക്കും. റെറ്റിന ഹെൽത്തി ആണെങ്കിൽ ഓക്കെ, നമ്മൾ പക്ഷേ ഇയർലി ചെക്കപ്പ് നടത്തണം.